സംസ്ഥാനത്ത് 6 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യത. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പാണിത്. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. താപനില ഉയരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. കാട്ടുതീ വ്യാപിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വനമേഖലയുടെ അടുത്ത് താമസിക്കുന്നവർ അതുപോലെ വിനോദസഞ്ചാരികൾ ജാഗ്രതകൾ പാലിക്കണം എന്നും അലക്സ് റാം മുഹമ്മദ് റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരത്ത് നിന്നും അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. ഗുഡ് മോർണിംഗ് അലക്സ് റാം മുഹമ്മദ്, വിശദമായ വിവരങ്ങൾ പറയും. എസ്കാൻ, ഗുഡ് മോർണിംഗ് അഗൈൻ. എസ്കാൻ സൂചിപ്പിച്ചതുപോലെ വേനൽക്കാലം ആകുന്നതേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഏതാണ്ട് ഫെബ്രുവരി ആദ്യ വാരത്തോടുകൂടി സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ് അക്ഷരാർത്ഥത്തിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും അതുപോലെ തെക്കൻ കേരളത്തിലെയും പല ജില്ലകളിലും ചൂട് 37 ഡിഗ്രി സെൽഷ്യസും 38 ഡിഗ്രി സെൽഷ്യസും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും സംസ്ഥാനത്ത് 6 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഔദ്യോഗികമായി ലഭിക്കുന്ന ഡാറ്റ പ്രകാരം ഇന്നലെ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ് എന്നുള്ളതാണ്. പുനലൂരിൽ 37.4 ഡിഗ്രി സെൽഷ്യസ് ചൂടും, കണ്ണൂർ എയർപോർട്ടിൽ 37.2 ഡിഗ്രി സെൽഷ്യസ് ചൂടും, വെള്ളാനിക്കരയിൽ 37 ഡിഗ്രി സെൽഷ്യസ് ചൂടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളം പൊതുവിൽ തീരദേശം കൂടുതലുള്ള ഒരു ജില്ലയാണ്. അതിനാൽ ചൂട് കൂടുതലായി അനുഭവപ്പെടും. കാരണം ഈ രേഖപ്പെടുത്തുന്ന ചൂടിനേക്കാൾ 2 മുതൽ 4-5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂടായിരിക്കും നമുക്ക് അനുഭവവേദ്യമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർശനമായ ജാഗ്രത പൊതുജനങ്ങൾ പുലർത്തേണ്ടതുണ്ട് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം പുറപ്പെടുവിക്കുന്നുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, ഒപ്പം സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്, പ്രത്യേകിച്ച് അത് തൊഴിൽ വകുപ്പടക്കം ആ നിർദ്ദേശങ്ങൾ ജോലി സമയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പകൽ ഈ പൊതുവായ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് സൂര്യപ്രകാശമേറ്റുള്ള ജോലി ചെയ്യുന്നവർ പകൽ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ഒഴിവാക്കണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശത്തിലുള്ളത്. തൊഴിൽ സമയം നേരത്തെ ക്രമീകരിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം വരെ. അത് രാവിലെ 7 മണി തുടങ്ങി ഉച്ചയ്ക്ക് അവസാനിപ്പിക്കുന്ന ഷിഫ്റ്റായും 12 മുതൽ 3 വരെ വിശ്രമം കൊടുത്തുകൊണ്ട് അടുത്ത ഷിഫ്റ്റ് എന്നിങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പരമാവധി ജലം കുടിക്കണം, കാരണം നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ പരമാവധി ജലം കുടിക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം. മാത്രമല്ല, ഈ വേനൽക്കാലം ഇങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട്, ചൂട് പലയിടങ്ങളിലും കൂടുന്നത് കൊണ്ട് തന്നെ കാട്ടുതീ പടരാനുള്ള സാധ്യത, ഒപ്പം മാർക്കറ്റുകൾ, അതുപോലെ ഈ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങളിലൊക്കെ തീ പടരാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ മേഖലയിൽ ഫയർ ഓഡിറ്റ് നടത്തി മുൻകരുതൽ സുരക്ഷകൾ എടുക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ വനപ്രദേശത്തോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.